ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ശർക്കര ജിലേബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ശർക്കര ജിലേബി, മിഠായി അപ്പം, മിഠായി ജിലേബി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ശർക്കര ജിലേബിക്ക് ആവശ്യമായ ഉഴുന്ന് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ള ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമല്ലോ, ആ ഒരു പരുവാവുന്നവരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുറേശ്ശെ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചൊഴിച്ചിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിതിൽ എക്സ്ട്രാ വേറെ ചേരുവയൊന്നും ഇനി ചേർക്കുന്നില്ല. നമുക്ക് ഉഴുന്ന് മാവും ശർക്കരയും മാത്രം മതി. 2 ചേരുവ കൊണ്ടാണ് നമ്മൾ ശർക്കര ജിലേബി തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 4-3 ഒരു ശർക്കരൻ്റെ അച്ചിട്ട് കൊടുക്കാം. നല്ല ഡാർക്ക് കളർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ഭംഗിയിൽ നമ്മുടെ ശർക്കര ജിലേബി ആയി കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് മാവ് നിറച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ഓയിലൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിൻ്റെ അറ്റത്തൊരു ഹോൾസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ സോസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ബോട്ടിലോ ഒക്കെ നിറച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാഗിലാണ് നിറച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചിട്ട് ഇങ്ങനെ ജിലേബി ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷേപ്പിലോ ഒക്കെ നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ജിലേബി പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ക്രിസ്പിയാക്കി എടുക്കണം. ഇത് ചൂടോടെ തന്നെ കോരിയെടുത്തിട്ട് നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശർക്കര ജിലേബിയിൽ നമ്മുടെ ശർക്കര നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശർക്കര ജിലേബിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.